സർക്കാരുമായുള്ള ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതോടെ ആശമാരുടെ സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എം.എ. ബിന്ദു അടക്കം 3 സമരനേതാക്കൾ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. 11 മണിക്കാണ് നിരാഹാര സമരം തുടങ്ങുന്നത്. ഇതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിയിലേക്ക് പോയി. ആശാവർക്കർമാരുടെ സമരം, അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യവും കേന്ദ്രമന്ത്രിയുമായി വീണ ജോർജ് ചർച്ച നടത്തി. ആശാപ്രവർത്തകരുടെ സ്കീം ആശാ സ്കീം കേന്ദ്ര സ്കീമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, അതിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഇതിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടതും കേന്ദ്രമാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും, കൂട്ടണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതേസമയം ആശാ വർക്കർമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി ജെ.പി. നദ്ദ ഇന്നലെ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഡാൻ, അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം ഒരു പ്രതീക്ഷയുടെ കണികളൊക്കെ ഉണ്ടായിരുന്നു. 2 ചർച്ചകൾ നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അതൊന്നും ഉണ്ടായില്ല. നിരാഹാരമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആരോഗ്യമന്ത്രി ദില്ലിയിലേക്ക് പോയിരിക്കുന്നു. അതിലെങ്കിലും പ്രതീക്ഷ കാണുന്നുണ്ടോ സമരസഭയിൽ? അവന് ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റേതാണ് അവസാന വാക്ക് എന്ന് പലതവണ ഈ ആശാ വർക്കർമാർ തന്നെ ആവർത്തിക്കുന്നതിനിടയിലാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനമാണെന്നിരിക്കെ പിന്നെ എന്തിനാണ് പേരിനിങ്ങനെ ഒരു ചർച്ച എന്നാണ് ആശാ വർക്കർമാർ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ 2 ഘട്ടങ്ങളിലായി NHM ഡയറക്ടറും അതോടൊപ്പം ആരോഗ്യമന്ത്രിയും അവരുമായി ചർച്ച നടത്തിയെങ്കിലും അതിൽ അനുനയ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അവിടെയാണ് ഈ 3ാം ഘട്ടത്തിലേക്ക് നിരാഹാരം എന്ന കൂടുതൽ കടുപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തത്. ഇതിനോടകം ഏതാണ്ട് 50ഓളം പേർ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അതിൽ 3 പേർ ഇന്ന് നിരാഹാര സമരം ആരംഭിക്കുകയാണ്. എന്നോടിപ്പോൾ ഒപ്പം ആശാ വർക്കർമാർ ചേർന്നു. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും കാണുകയാണ് നമ്മൾ. ഇന്ന് നിരാഹാര സമരം തുടങ്ങുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയാൽ എവിടെ പോയി നിൽക്കും? എവിടെ പോയി നിന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷമായിട്ട് മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരണം വരെ നിരാഹാരത്തിലാണ്. പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇനി കരയുമില്ല, പിന്നോട്ടും പോകില്ല. ഞങ്ങൾ ഉള്ളിൽ സങ്കടവും ഇല്ല. ഞങ്ങൾക്ക് ഇത്രയും ദിവസം ഞങ്ങൾ എങ്ങനെയാണോ നേടിയത്, ഞങ്ങൾ പോയത്, അതുപോലെ ഇനിയും മുന്നോട്ട് പോകും. പിന്നെ ഇവർ എന്ത് പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കിയാലും ഞങ്ങൾ ഒഴിഞ്ഞു പോകൂല. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രം. ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കില്ല. ഒരു ദിവസം 232 രൂപ ചെലവിന് തികയോ? അവർ വാങ്ങുന്ന ചെരുപ്പിന് എത്ര രൂപയായിരിക്കും? അവരിടുന്ന ചെരുപ്പിന് എത്ര രൂപയായിരിക്കും? നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഇടുന്ന ചെരുപ്പ് അതിന്റെ 1/3 അംശം പോലും ഇല്ലല്ലോ ഞങ്ങൾ തരുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ട 7000 രൂപയിൽ നമുക്ക് 21,000 രൂപ വേണം. എനിക്കിപ്പോൾ 60 വയസ്സായി. 62 വയസ്സിൽ പിരിച്ചു വിടുമ്പോഴത്തേക്ക് എനിക്ക് 5 ലക്ഷം രൂപ ഞങ്ങളുടെ ഇത്രയും കാലം നല്ല പ്രായത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടു. അവർക്ക് ഈ സർക്കാരിന് വേണ്ടിയാണ് ഞങ്ങളുടെ രക്തവും ആരോഗ്യവും എല്ലാം ഇവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇല്ലാതാക്കിയത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും തരില്ലെന്ന് പറഞ്ഞ് മക്കളുടെ അടുത്ത് പോകാൻ പറ്റുമോ? പറ്റും. ഞങ്ങൾ ഇനി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞു. കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ കാണാം? അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നിൽക്കുന്നത്. വല്ലപ്പോഴും ആയിരിക്കും. വല്ലപ്പോഴും പറഞ്ഞാൽ അപൂർവം പോവില്ല. ഞങ്ങളുടെ കാര്യം വിജയിച്ചാലേ പോകുള്ളൂ. പൊഴിച്ചാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും ഒരുമിച്ച്. ഞങ്ങൾ ഈ ആശ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. പൂർണ്ണ പിന്തുണ എനിക്കുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? നീ രാവിലെ വേഷവും കെട്ടി ബാഗും തൂക്കി പോകുന്നു. നീ എവിടെ പോകുന്നു? നീ നിന്റെ ജോലിക്കല്ലേ പോകുന്നത്. പിന്നെ ജോലി ചെയ്ത കാശ് എവിടെ? നീ 232 രൂപയ്ക്കാണോ ജോലിക്ക് പോകുന്നത്? 232 രൂപ. അതിനേക്കാളും നീ വല്ല റോഡിൽ പോയി തോർത്ത് മിരിച്ച് ചെയ്യുന്നു പറയും. അതിനേക്കാളും നീ കഷ്ടപ്പെട്ടത് പോയി നേടിക്കൊണ്ട് വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വീട്ടിൽ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സമരപന്തലിൽ നിന്നുള്ള കാഴ്ചകൾ. അതായത് ഈ 11 മണിക്കാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ
ഞാൻ തിരികെ എത്താം ഡാൻ. ചില ഓഡിയോയിൽ ചില സാങ്കേതിക വിഷയങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ്. അത് ഏത് തരത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിയിലേക്ക് പോയതിനെ കാണുന്നത് സമരസമിതി എന്നുള്ളതിന്റെ പ്രതികരണങ്ങൾ കൂടി വരുമ്പോൾ ടി ജി സജിത്ത് ചേർന്നു. സജിത്ത്, ഇതാണ് ചോദിക്കുന്നത്. പരിഹാരമുണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ, അതുണ്ടാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ സമരം നിർത്തൂ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ പിന്നെ എന്തിനാണ് ഡൽഹിക്ക് പോയിരിക്കുന്നത്? കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നതിന്റെ പിറകിൽ എന്തുദ്ദേശമാണുള്ളത്? ഇത് എന്ത് പ്രതീക്ഷയാണെന്നുള്ളൊരു ചോദ്യം വരികയാണ്. ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ തുടരുന്ന? ഓക്കെ, ഞാൻ തിരികെ ഇവർക്കുള്ള ഒരു ഐക്യദാർഢ്യം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം. അതെ, ഈ സമരം ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ മുഖം കൂടുതൽ വികൃതമാക്കുന്ന തലത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. കാരണം ഒരു ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ഇത്രയേറെ പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകരുടെ കാര്യത്തിൽ, ആശാ പ്രവർത്തകരുടെ കാര്യത്തിൽ ഒരു വളരെ തികഞ്ഞ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ചു വരുന്നത് ആ സർക്കാരിൻ്റെ ഭരണപരമായിട്ടുള്ള പരാജയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയെങ്കിലും സർക്കാരിന് ബോധോദയം ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അല്ല, ഒരു കാര്യം നമ്മൾ പ്രായോഗികമായ ഒരു കാര്യം കൂടി, അതായത് അവർ ആവശ്യപ്പെടുന്നത് 3 ഇരട്ടി ശമ്പളമാണ്. അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ഉന്നയിക്കുന്നത്. സാധാരണ ഒരു ആവശ്യം ഉന്നയിച്ചൊരു സംഘടന സമരരംഗത്ത് വന്നാൽ അവരുമായി ചർച്ച നടത്തുക. എന്തൊക്കെയാണ് അതിന്റെ സാധ്യതകൾ, എവിടെ വരെ പോകാം, എന്തൊക്കെയാണ്, അതിനല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഇതൊരു ചർച്ചയേ ഇല്ല, 10-32 ദിവസം ചർച്ചയേ ഇല്ല എന്ന നിലപാട്. അത് കഴിഞ്ഞ് പിന്നെ പേരിനൊരു ചർച്ച, അതിലെന്താ അർത്ഥമുള്ളത്? വളരെ സർക്കാർ വളരെ തെറ്റായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിലാണ് VM സുധീരന്റെ പ്രതികരണം. അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി ഇവിടെ സമരപന്തലിലേക്ക് എത്തിയതാണ്. എന്തായാലും നിരവധി ആളുകളാണ് സമാനമായ തരത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിലെ ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നിരാഹാര സമരം എന്നൊരു ശൈലിയിലേക്ക് കൂടി ഇവർ കടക്കുമ്പോൾ അത് സർക്കാരിനെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് ഏത് തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടൊരു ഇടപെടൽ ഉണ്ടാകും എന്നതാണ് ഇനി അറിയാനുള്ളത്. റൈറ്റ്, ഞാൻ ഡാൻ തിരികെ എത്താം. അതൊരു പട്ടിണി സമരം കൂടിയായി മാറുമ്പോൾ അത് ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് സർക്കാരിന് വരിക എന്നുള്ളത്. ഞാൻ ടി ജി സൈത്തിലേക്ക്. സൈത്ത്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് മാത്രം പഴിചാരിക്കൊണ്ടുകൂടിയാണ് ആരോഗ്യമന്ത്രി ഡൽഹിക്ക് തിരിച്ചിരിക്കുന്നത് തന്നെ. JP നദ്ദ ഇന്നലെ രാജ്യസഭയിൽ പറയുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളിതാ ചില കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളതാണ്. അതേസമയം സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് ഏത് തരത്തിലേക്ക് ആയിരിക്കും വരും ദിവസങ്ങളിൽ കൂടി വിലയിരുത്തപ്പെടുക? ഇങ്ങനെ ഒരു നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്, സമരം കടുപ്പിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു കൈവിട്ട കളിയായി പോലും സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നില്ലേ? അപർണ സൂചിപ്പിച്ചതുപോലെ ഈ ആശാ വർക്കർമാരുടെ സമരത്തിൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. കാരണം സുപ്രധാനമായ ഒരു നീക്കത്തിന് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് എൻ്റെ പശ്ചാത്തലം. നമ്മൾ കണ്ടതാണ്, ഇതുവരെ സംസ്ഥാന സർക്കാർ ചില ചർച്ചകൾ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെയും ആരോഗ്യമന്ത്രി അത്തരമൊരു ചർച്ചയ്ക്ക് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ 2 വട്ടം നടന്ന ചർച്ചയിലും ഫലം കണ്ടില്ല. പക്ഷേ ഇന്നത്തെ നീക്കം പൊടുന്നനെ സർക്കാർ ഒരു സമരം ഒത്തുതീർപ്പാക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോഴത്തെ നീക്കം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്, ആരോഗ്യമന്ത്രി ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ചർച്ചകൾ ഉടൻ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിയോടുകൂടി JP നദ്ദയെ കണ്ടേക്കാം എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ